കോളേജിൽ PV അൻവർ എത്തിയിരുന്നു. അൻവറിന്റെ പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണല്ലോ ഇതിപ്പോൾ. ഈ വഴിക്കടവിലെ ഈ കുട്ടിയുടെ ഈ വിഷയം കൊണ്ട് ഇത് അവസാനിക്കില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മലയോര മേഖലയിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഒന്നുകിൽ മൃഗങ്ങളുടെ ആക്രമണത്തിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വൈദ്യുത വേലികൾ സ്ഥാപിച്ച് അതിലപകടത്തിൽപ്പെട്ട് നിരന്തരമായി ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം തന്നെയാണ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ നിരന്തരമായി സർക്കാരിനോട് 16-ൽ വന്ന LDF സർക്കാർ അന്ന് തൊട്ട ആവശ്യമാണ്. എല്ലാ നിയമസഭാ സമ്മേളനത്തിലും ഈ വിഷയം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നിലക്കും അതിനൊരു പ്രതിവിധി കാണാനുള്ള ഒരു നിലപാടും ഗവൺമെൻറ് ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ അവസാനത്തെ എന്താ പറയുക, രക്തസാക്ഷിയാണ് ഈ കുട്ടി. ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും വനം വകുപ്പിനും തന്നെയാണ്. ഇനിയും ഈ ദുരന്തങ്ങൾ തുടരും. ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം ഖേദം പ്രകടിപ്പിക്കുകയും നഷ്ടപരിഹാരം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ നിലപാടുമായി ഗവൺമെന്റ് തുടരുകയാണ്. ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതൊരു വന്യജീവി ആക്രമണത്തെ തടയാൻ വേണ്ടി സ്ഥാപിച്ചതല്ല, മറിച്ച് പന്നിയെ പിടികൂടി വിൽപ്പനയ്ക്ക് വേണ്ടി നടത്തിയ ശ്രമമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസ് അത് പോലീസ് അന്വേഷിക്കേണ്ട ഒരു വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ആ വിഷയത്തെ അങ്ങനെ തന്നെ പോലീസ് കാണേണ്ടതുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. എത്ര മരണങ്ങൾ നിലമ്പൂരിലുണ്ടായി, കേരളത്തിലുണ്ടായി. 1000-ലധികം വന്യജീവി ആക്രമണങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടുവെന്ന് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന്റെ നിയമസഭയിൽ വെച്ചതാണ്. യുദ്ധക്കളം പോലെയായിട്ട് മലയോര മേഖലകൾ മാറുകയാണ്. ആ സമയത്തുണ്ടാകുന്ന താൽക്കാലിക പ്രതിഷേധത്തിൽ ഒതുങ്ങുകയാണ്. ഇന്നലെ രാത്രി ടെലിവിഷനിൽ കണ്ടു, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, സുഖമില്ലാതെ. PV അൻവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഇപ്പോൾ മരിച്ച ജിത്തുവിന്റെ വീട്ടിൽ നിന്ന് മുഹമ്മദ് അസ്ലമും ഒപ്പം തന്നെ ജിത്തുവിന്റെ മൃതദേഹമുള്ള മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ജംഷീറും ചേരുകയാണ്. ആദ്യം അസ്ലമിലേക്ക് പോവുകയാണ്. അസ്ലം, അവിടെ LDF സ്ഥാനാർത്ഥി M സ്വരാജ്, ഒപ്പം തന്നെ K രാധാകൃഷ്ണൻ MP അടക്കമുള്ളവരൊക്കെ വന്നു. അപ്പോൾ നാട്ടുകാരവിടെ പറയുന്നുണ്ട് ഇത് നിരന്തരമായി സംഭവിക്കുന്നതാണ്, നേരത്തെ പരാതികളൊക്കെ കൊടുത്തിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. വീട്ടിലെ ഒരു നിലവിലെ സാഹചര്യം എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ? ഒരു 15 വയസ്സുകാരൻ്റെ മരണം സംഭവിച്ച വീടാണ്. അദ്ദേഹത്തിന് ഈ ഒരു ആൺകുട്ടിയാണ് ഉള്ള, സുരേഷിന് ഒരു ആൺകുട്ടിയാണുള്ളത്. ജിത്തു എന്ന് വിളിക്കുന്ന അനന്തുവാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. 2 പെൺകുട്ടികൾ മാത്രമാണ് പിന്നെയുള്ളത്. ഇന്നലെ കളിക്കാനായി പോയ ഒരു കുട്ടി പെട്ടെന്ന് ഷോക്കേറ്റ് മരണപ്പെടുക എന്ന് പറഞ്ഞ് വളരെ ദാരുണമായ സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിനും മാതാവിനും മാത്രമല്ല ബന്ധുക്കൾക്കൊന്നും ആർക്കും അത് ഉൾക്കൊള്ളാനായി ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. M സ്വരാജ് വന്നു. ഇപ്പോൾ ആര്യാട ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയും എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് K രാധാകൃഷ്ണൻ MPയും വന്ന് ബന്ധുക്കളെ കണ്ട് ആശ്വസിച്ച് പോകുന്നുണ്ട്. ഈ തൊട്ടടുത്ത് തന്നെയുള്ള കുട്ടികളും സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. ഒരുമിച്ച് 5 പേരാണ് മീൻ പിടിക്കാനായി പോകുന്നത്. തുടർന്നാണ് ഈ ഒരു ഷോ കേൾക്കുകയും 3 പേർക്ക് ഷോക്ക് ഏൽക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തത്. ആശ്വാസകരമായ കാര്യം, 2 പേരുടെ അപകട നില തരണം ചെയ്തു എന്ന് പറഞ്ഞതാണ് ഏറ്റവും ആശ്വാസകരം. അതേസമയം തന്നെ ഇതിൽ രാഷ്ട്രീയ വിവാദം കൂടി ഇതിൻ്റെ ഭാഗമായി കൊഴുക്കുന്നുണ്ട്. പ്രതിപക്ഷം ഇത് സർക്കാരിൻ്റെ അനാസ്ഥ എന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നു. അതിനെ പ്രതിരോധിക്കാനായി